അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയനായ അധ്യക്ഷൻ മുബശ്ശിർ കോട്ടക്കൽ, പ്രിയങ്കരനായ ISM സംസ്ഥാന പ്രസിഡന്റ് സുബൈർ പീഡിയേക്കൽ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് അല്ലാഹു ധന്യമാക്കുകയും നിരവധി പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധ റമദാനിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ റമദാൻ മാസത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ഉപകാരപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും പരീക്ഷണങ്ങളിലും ഏറെ മനസ്സു വേദനിച്ച് ജീവിക്കുന്ന ആളുകൾ ഈ ഒരു കൺവെൻഷൻ സെന്റർ നമുക്ക് വേണ്ടി അനുവദിച്ച ഹംസ സാഹിബ് അടക്കം അല്ലാഹു ഓരോരുത്തരുടെ അസുഖം എളുപ്പം ശിഫ നൽകുകയും ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. തൗഹീദ് ജീവിത സമാധാനത്തിൻ്റെ ദർശനം എന്ന ഒരു വലിയ വിഷയം പരിമിതമായ സമയത്തിനുള്ളിൽ പരസ്പരം പഠിക്കാനും ചർച്ച ചെയ്യാനുമാണ് ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുൻപ് ഇസ്ലാമിക ചരിത്രത്തിൽ താബീങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഏറെ മനോഹരമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ചുവന്ന ഒട്ടകങ്ങളുള്ള ഒരാൾ ആ ഒട്ടകത്തെയും കൊണ്ട് അതിനാവശ്യമായ ഭക്ഷണത്തിന് വേണ്ടി മേയ്ക്കാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ ഒട്ടകം സഞ്ചരിക്കുന്നതിനിടയിൽ ഭംഗിയായൊരു തോട്ടം കാണുകയും കുറച്ചൊട്ടകങ്ങൾ ആ തോട്ടത്തിലേക്ക് കയറുകയും ആ തോട്ടത്തിലുള്ള ചില കായ്ക്കനികൾ, സസ്യങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. ആ കാഴ്ച കണ്ട തോട്ട മുതലാളി ഒരു വലിയ പാറക്കല്ലെടുത്ത് ഒട്ടകത്തിൻ്റെ നേരെ എറിയുകയും ആ ഏറുകൊണ്ട ഒരു ചുവന്ന ഒട്ടകം ചത്തുപോകുകയും ചെയ്തു. അത് കണ്ട ദേഷ്യം പിടിച്ച ഒട്ടകത്തിൻ്റെ മുതലാളി ആ തോട്ടത്തിലുള്ള വ്യക്തിയുമായി പരസ്പരം കയ്യാങ്കളി ബന്ധത്തിലേർപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഒരു മർദ്ദനം കൊണ്ട് ആ തോട്ടത്തിലുള്ള തൊഴിലാളി മരണപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആളുകൾ അവരെ പിടികൂടുകയും അന്ന് ഭരിക്കുന്ന ഖലീഫയുടെ അരികിലേക്ക് ആ വ്യക്തിയെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. സംഭവങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഭരണാധികാരി തിരിച്ചു പറഞ്ഞു, അൽ ഖത്ലു ബിൽ ഖത്ൽ, കൊലക്ക് കൊലയാണ് ഇസ്ലാമിലെ പ്രതികാരം.
അതുകൊണ്ട് അന്യായമായി ഒരു മനുഷ്യനെ കൊന്ന താങ്കളെ കൊല്ലാൻ ഈ കോടതി വിധിക്കുന്നു. എന്തെങ്കിലും തിരിച്ചു പറയാനുണ്ടോ എന്ന ഒട്ടകത്തിന്റെ മുതലാളിയോട് ചോദിച്ചപ്പം അദ്ദേഹം തിരിച്ചു പറഞ്ഞു, എൻ്റെ ബാക്കിയുള്ള ഒട്ടകങ്ങളെ എൻ്റെ കുടുംബത്തിലേക്ക് എനിക്ക് എത്തിക്കണം. എൻ്റെ കുടുംബത്തോട് എനിക്ക് കൊടുക്കേണ്ട ചില വസിയത്തുകളും കൊടുക്കണം. അതുകൊണ്ട് എന്നെ അല്പദിവസത്തേക്ക് പോകാൻ വേണ്ടി അനുവാദം തരണം. ഉടനെ ഭരണാധികാരി തൻ്റെ സദസ്സിലിരിക്കുന്ന വ്യക്തികളോട് സൂചിപ്പിച്ചു, നിങ്ങൾ ആരെങ്കിലും ആ മനുഷ്യന് ജാമ്യം നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്വന്തം നാട്ടിലേക്ക് അതിനുവേണ്ടി ഞാൻ വിടാൻ ഒരുക്കമാണ്. പക്ഷെ ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ടില്ല എങ്കിൽ ജാമ്യം നിന്ന വ്യക്തിയെ ഞാൻ കൊല്ലുകയും ചെയ്യുന്നതാണ്. പല ആളുകളുടെ അരികിലേക്കും ആ ഒട്ടക മുതലാളി ചെന്നു. അവസാനം ഒരു സ്വഹാബി ഏറ്റെടുത്തിട്ട് പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കുന്നു, താങ്കൾ തിരിച്ചു പോയിക്കൊള്ളുക. അവസാനം നിശ്ചയിക്കപ്പെട്ട ദിവസമെത്തി. പലരും ജാമ്യം നിന്ന സ്വഹാബിയുടെ അരികിൽ ചെന്ന് ചോദിച്ചു, ഞങ്ങളൊക്കെ ഒഴിവായിട്ടും നീയല്ലേ അതിന് നിന്നത്? നീയല്ലേ വലിയ ആളാവാൻ നോക്കിയത്? അനുഭവിച്ചോ? നീ ജാമ്യം നിന്ന വ്യക്തി ഒട്ടക മുതലാളി തിരിച്ചു വന്നിട്ടില്ല, പകരം നിന്നെ കൊല്ലാനാണ് ഖലീഫയുടെ ഭരണാധികാരിയുടെ തീരുമാനം. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൂരത്ത് നിന്നും ഓടിക്കതച്ച് വേർപ്പിൽ കുളിച്ച ആ മനുഷ്യൻ ഓടിക്കതച്ച് വന്നിട്ട് പറഞ്ഞു, ഞാൻ എത്തി, എൻ്റെ സഹോദരനെ ആ പ്രതികാര നടപടിയിൽ നിന്നും മാറ്റിവെക്കുക, പകരം എന്നെ നിങ്ങൾ വധിക്കുക. ഈ കാഴ്ച കണ്ട ഭരണാധികാരി അത്ഭുതത്തോടെ തിരിച്ചു വന്ന ഒട്ടകത്തിന്റെ മുതലാളിയോട് ചോദിച്ചു, സഹോദര, നീ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നിനക്ക് പകരം ഈ മനുഷ്യൻ കുരിശ് അഥവാ കൊല്ലപ്പെടുമായിരുന്നു. എന്തുകൊണ്ടാ താങ്കൾ തിരിച്ചു വന്നത്? ആ ഒട്ടക മുതലാളിയുടെ തിരിച്ചുള്ള മറുപടി, എൻ്റെ പ്രവാചകൻ എന്നെ ചതിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ റബ്ബെനിക്ക് അനുവദിച്ചു തന്ന ഖുർആനിക വിശ്വാസത്തിലൂടെ എനിക്ക് ജാമ്യം നിന്നൊരു സാധു മനുഷ്യനെ കൊല്ലാൻ എൻ്റെ റബ്ബെന്നോട് കൽപ്പിച്ചിട്ടില്ല. ഞാനെങ്ങാനും തിരിച്ചു വരാതിരുന്നാൽ ഈ ചരിത്രം വായിക്കുന്ന പിൻകാലഘട്ടത്തിലുള്ള ആളുകൾ ചോദിക്കും, റബ്ബിൽ വിശ്വസിച്ച ആളുകളുടെ കൂട്ടത്തിലും ഇങ്ങനെ കപടന്മാരുണ്ടായിരുന്നോ? ഇങ്ങനെയും വിശ്വാസവഞ്ചന കാണിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നോ എന്ന് ഈ ചരിത്രം വായിക്കുന്ന ആളുകൾ എന്നെയും എൻ്റെ പ്രവാചകനെയും എൻ്റെ ഇസ്ലാമിനെയും അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ എൻ്റെ റബ്ബിനോടും എൻ്റെ റസൂലിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും. ഒരിക്കലും എന്നെ കൊണ്ട് എൻ്റെ ഇസ്ലാമോ എൻ്റെ പ്രവാചകനോ എൻ്റെ റബ്ബോ അപമാനിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അത്ഭുതത്തോടെ വീണ്ടും ഭരണാധികാരി ജാമ്യം നിന്ന വ്യക്തിയോട് ചോദിച്ചു, സഹോദര, താങ്കൾക്ക് യാതൊരു ബന്ധവുമില്ലാത്തൊരു മനുഷ്യന് വേണ്ടി ജാമ്യം നിൽക്കാനുള്ള കാരണം എന്താ? ജാമ്യം നിന്ന മനുഷ്യൻ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു, ഭരണാധികാരി, അബദ്ധം കൊണ്ട് കൊലപാതകയായി തീർന്ന എൻ്റെ സഹോദരന് അവന്റെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ വേണ്ടി അവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാൻ അനുവാദം ചോദിച്ചപ്പോ ആ മനുഷ്യന്റെ വിശ്വാസത്തെയും അവന്റെ ജീവിതത്തെയും മനസ്സിലാക്കുന്ന എന്നെപ്പോലെ ഒരാൾ ജാമ്യം നിന്നിട്ടില്ലെങ്കിൽ ഈ ചരിത്രം പിൻകാലഘട്ടത്തിൽ വായിക്കുന്ന ആളുകൾ ചോദിക്കും, ഇങ്ങനെയും കരുണയില്ലാത്ത സാഹോദര്യ സ്നേഹമില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നോ ഇസ്ലാമിൽ എന്നവരെ ചോദിച്ചാൽ അതെൻ്റെ പ്രവാചകനും എൻ്റെ റബ്ബിനും എൻ്റെ ദീനിനും അതൊരു വലിയ കുറച്ചില്ല. ഒരാളും എൻ്റെ ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാ ആരുമല്ലാതിരുന്ന ആ മനുഷ്യന് വേണ്ടി ഞാൻ ജാമ്യം നിന്നത്. ഇത് രണ്ടും കേട്ടപ്പോ തിരിച്ചു കൊല്ലണം എന്ന് അവകാശപ്പെട്ടിരുന്ന കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ മക്കൾ പറഞ്ഞു, അദ്ദേഹത്തെ ഞങ്ങൾക്ക് കൊല്ലണം എന്നില്ല, പ്രതികാര നടപടിയില്ല, ഞങ്ങൾ അദ്ദേഹത്തിന് ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു, അദ്ദേഹത്തെ കൊല്ലാൻ പാടില്ല. അത്ഭുതത്തോടെ ഭരണാധികാരി ചോദിച്ചു, എന്തേ കാരണം? ആ മക്കൾ പറഞ്ഞു, ഇത്രയും സ്നേഹത്തോടെ ഒരു മനുഷ്യനെ കൊലക്ക് കൊടുക്കാൻ താല്പര്യമില്ലാതെ തിരിച്ചു വന്നവനും ആരുമല്ലാത്തൊരു മനുഷ്യന് വേണ്ടി ജാമ്യം നിന്ന ഈ മനുഷ്യനും കാണിച്ച സ്നേഹം, ഈ മനുഷ്യർ കാണിച്ച പരസ്പരമുള്ള കടമ, അത് കണ്ടിട്ടും അത് മനസ്സിലാക്കാതെ പ്രതികാര നടപടിക്ക് വേണ്ടി വീണ്ടും വാശി കാണിക്കുന്ന മക്കളാണ് ഞങ്ങൾ എന്ന് ഈ ചരിത്രം വായിക്കുന്ന പിൻകാലഘട്ടത്തിൽ ആർക്കെങ്കിലും തോന്നിയാൽ അതെന്റെ പ്രവാചകനും
എൻ്റെ റബ്ബിനോടും എൻ്റെ ദീനിനോടും ഞങ്ങൾ ചെയ്യുന്ന പാതകമായിരിക്കും. അവസാനം 3 പേരും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ആ കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ മുൻപിൽ നിന്ന് തിരിച്ചിറങ്ങിപ്പോകുമ്പോൾ ഈ ചരിത്രം ലോകത്തിന് കൊടുക്കുന്നൊരു മാതൃകയുണ്ട്. പരസ്പര സ്നേഹത്തിൻ്റെ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നാളെ റബ്ബിൻ്റെ അരികിലേക്കുള്ള യാത്രയാണ് ജീവിതമെന്ന് ചിന്തിച്ച് പടച്ച റബ്ബിൻ്റെ ആഹാരം പ്രതീക്ഷിച്ച് ജീവിച്ച ഒരു യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ തഖ്വയിൽ ഉൾക്കൊണ്ട മുത്തഖീങ്ങളുടെ ജീവിതമായിരുന്നു ഈ ചരിത്രത്തിലൂടെ ലോകത്ത് നമ്മൾ കാണിച്ചു കൊടുത്തതും തിരിച്ചറിയാൻ പഠിപ്പിച്ചു കൊടുത്ത ചരിത്രവും. പ്രിയപ്പെട്ടവരെ, ആ തൗഹീദാണ് ഇന്ന് പടച്ച റബ്ബ് നമ്മളെ കൈകളിലേക്ക് ഏൽപ്പിച്ചു തന്നത്. തൗഹീദിന്റെ കുറവ് കൊണ്ട് മാത്രമേ ഇന്ന് ലോകത്ത് മുസ്ലിം സമൂഹം ഏറെ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. ഏത് രംഗത്ത് മുസ്ലിം സമുദായം തകർന്നിട്ടുണ്ടോ ആ തകർച്ചക്കൊക്കെയുള്ള കാരണം ഏകനായ റബ്ബിൽ നിന്നും അകലുകയും തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തു എന്ന കാരണം കൊണ്ടാണെന്ന് ഈ ലോകത്തുള്ള ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട സർവ്വപ്രവാചകന്മാരോടും അല്ലാഹു തആല കൊടുത്ത വാക്ക്, വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ജാറങ്ങളിലും മക്കബകളിലും ചെന്ന് നിർമ്മിക്കപ്പെട്ട ബിംബങ്ങൾക്ക് മുൻപിൽ സുജൂദുകളും നേർച്ചകളും അർപ്പിച്ചിരുന്ന ഒരു ജനതയെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഏറ്റവും മനോഹരമായ ഒരു രംഗത്തേക്ക് ലോകത്തിന്റെ പ്രവാചകന് കൊണ്ടെത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാരണം കൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനം ആ സഹാബത്തിന്റെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുത്തതിന്റെ പേരിൽ ഇന്നും നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ആ തൗഹീദിന്റെ വചനങ്ങളാണ്. ആ കാലഘട്ടത്തെ അപേക്ഷിച്ച് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടില ഇന്ന് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റുകൾ, മടവൂരിലെ പറമ്പിൽ പിടിച്ചിറക്കി കയറിപ്പോകുന്ന ഷെയ്ഖിന്റെ കറാമത്ത് കേട്ട് തക്ബീർ വിളിക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ കുതിച്ചു പായുന്ന കപ്പലിന്റെ എഞ്ചിന് കേടുപറ്റിയപ്പോ ഷെയ്ഖിന്റെ പേരിൽ 100 കുത്തുബിയത്ത് ചൊല്ലിയപ്പോ അത്ഭുതമെന്ന് പറയട്ടെ, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ ഷെയ്ഖുന നടന്നു വന്ന് കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് കപ്പലിന്റെ എഞ്ചിന് തട്ടിയപ്പോ കോഴിക്കോട് കടപ്പുറത്തേക്ക് നിമിഷ നേരം കൊണ്ട് ഞങ്ങൾ എത്തി എന്ന് വ്യാഖ്യാനിക്കുന്ന പാമരന്മാരായ മുസ്ലിം സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്കും കെട്ടുകഥകളിലേക്കും കൊണ്ടുപോകുന്ന തലേക്കെട്ടുകാരായ പുരോഹിതന്മാരാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ഏറെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിണിത ഫലമോ 9 മാസം ഗർഭം ധരിച്ച പെണ്ണ് ആശുപത്രിയിലേക്ക് പോകാൻ പാടില്ലെന്ന ഫത്വയുടെ പേരിൽ സ്വന്തം വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ വേദന സഹിച്ച് പ്രസവിച്ചു വീണപ്പോ തന്റെ കുഞ്ഞിന്റെയും പെണ്ണിന്റെയും പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റാൻ വേണ്ടി 1.5 രൂപയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബ്ലേഡിന് വേണ്ടി ഒരു തലേക്കെട്ടുകാരൻ അങ്ങാടിയിലേക്കോടി ആ ബ്ലേഡ് കൊണ്ട് കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റാൻ മാത്രം മനസ്സാക്ഷിക്കുത്തില്ലാത്ത പുരോഹിതവർഗം ഈ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വിശ്വാസരംഗത്തും കുടുംബരംഗത്തും സാമ്പത്തിക രംഗത്തും മനുഷ്യന്റെ സാമൂഹിക രംഗത്തും ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന സർവ്വവേദനക്കും ഒരു കാരണമേയുള്ളൂ. നാഥന്റെ വിശ്വാസത്തിൽ നിന്ന്, തൗഹീദിൽ നിന്ന് പലരും അകലാൻ തുടങ്ങി. ചൂഷണമില്ലാത്ത, ബഹുദൈവ വിശ്വാസത്തെ പ്രേരിപ്പിക്കാത്ത, ഏതെങ്കിലും അർത്ഥത്തിലുള്ള മനുഷ്യന്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന ഒരു ജീവിത രീതിയും അള്ളാന്റെ തിരുദൂതൻ കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ മുൻപിലിരിക്കുന്ന ഈ സമൂഹത്തോട് ആർജവത്തോടെ നമുക്ക് പറയാൻ പറ്റണം, ഏകദൈവ വിശ്വാസത്തിൽ ഇന്ന് വരെ ഒരു ജാറത്തിങ്കലും പോയി ഒരു മക്ബറയും മൂടാതെ, ഒരു മന്ത്രി ചോദുന്ന ഏലസിനും കാത്തു നിൽക്കാതെ, ഒരു മുടിയിട്ട വെള്ളത്തിനും ക്യൂ നിൽക്കാതെ, ഒരു തന്റെ തുപ്പലിനും കാത്തു നിൽക്കാതെ നമുക്ക് ആർജവത്തോടെ ജീവിക്കാൻ സാധിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യഥാർത്ഥ ആദർശം ഈ സമൂഹത്തിന് ഓതിക്കൊടുത്ത മുൻഗാമികളുടെ ത്യാഗത്തിന്റെ ചരിത്രങ്ങളെ കൊണ്ടായിരുന്നു. വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, NV അബ്ദുസലാം മൗലവിയെ പോലെ, AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, M മുഹമ്മദ് മദനിയെ പോലെ പൂർവികന്മാരായ നമ്മുടെ ശ്രേഷ്ഠ പണ്ഡിതന്മാർ കേരളത്തിന്റെ മുക്കുമൂലകളിലേക്കും പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾക്കും ആദർശത്തിന്റെയും തൗഹീദിന്റെയും വെളിച്ചമോദിക്കൊടുത്തപ്പോ വിരളിലെണ്ണാവുന്ന മുസ്ലിം സമൂഹത്തിൽ നിന്ന്, വിരളിലെണ്ണാവുന്ന മുവഹിദീങ്ങളിൽ നിന്ന്
കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിയാലും തീരാത്തത്ര ജനബാഹുല്യത്തിലേക്ക് ഈ മുജാഹിദ് പ്രസ്ഥാനം എത്തിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാ. ഒരു ജാറത്തിലേക്കും ക്ഷണിച്ചതിന്റെ പേരിലോ ഒരു മുടിയിട്ട വെള്ളം വിറ്റതിന്റെ പേരിലോ അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വെളിച്ചത്തിലേക്ക് ഈ ഉമ്മത്തിനെ ക്ഷണിച്ചതിന്റെ പേരിൽ ആ ഉത്തരവാദിത്വം റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ സമൂഹത്തിന്റെ മുൻപിലേക്ക് നമ്മളെ ആ പ്രബോധനത്തിന് ഇറങ്ങാനുള്ളൂ. തൗഹീദിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കാൻ ഇനി നമ്മളെയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. അത്രയേറെ കുടുംബരംഗവും മലിനമായി കൊണ്ടിരിക്കുകയാണ്. പരസ്പര സ്നേഹം കൊണ്ടും തന്റെ കച്ചവട സ്ഥാപനത്തിന്റെ പകുതി പ്രവേശിക്കാതെ ഹിജ്റ വന്ന സ്വഹാബത്തിന് എഴുതി കൊടുത്തും ദാമ്പത്യ ജീവിതത്തിന്റെ മനോഹര ജീവിതം, ദാമ്പത്യ ജീവിതത്തിന്റെ സുന്ദര മുഹൂർത്തം ഈ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത ലോകത്തിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിന്ന് സൗകര്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും റബ്ബ് നമ്മളെ അനുഗ്രഹിച്ചപ്പോ, പക്ഷേ ഇന്ന് തൗഹീദുള്ള കുടുംബത്തിൽ പോലും സമാധാനം കണ്ടെത്താൻ പലർക്കും സാധിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുന്നവർ, മുഖത്തോട് മുഖം നോക്കാത്തവർ, സലാം പറയാത്തവർ, പറഞ്ഞ സലാം മടക്കാത്തവർ, മരണം വരെ വാറും വീശിയും തന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവസാനം പള്ളിക്കാട്ടിലേക്ക് എടുത്തു വെക്കുന്ന 6 അടി മണ്ണിന്റെ അടിയിലേക്ക് ഒരു മനുഷ്യന്റെ മയ്യത്ത് താഴ്ത്തി വെക്കുമ്പോ പൊരുത്തം കിട്ടാതെ പൊരുത്തമില്ലാതെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ തൗബ പോലും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് പഠിപ്പിച്ച ഈ തൗഹീദ് ദർശനത്തിന്റെ ആളുകൾക്ക് ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാനും ചേർന്ന് നിൽക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം തൗഹീദ് ഹൃദയത്തിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ. തൗഹീദുള്ള വ്യക്തി കുടുംബത്തിൽ ക്ഷമിക്കും, തൗഹീദുള്ള വ്യക്തി കുടുംബത്തിൽ വിട്ടുവീഴ്ച ചെയ്യും, തൗഹീദുള്ള വ്യക്തി ബന്ധങ്ങളെ ചേർത്ത് പിടിക്കും. കാരണം എന്റെ ബന്ധം എന്റെ സൃഷ്ടാവിന്റെ അനുഗ്രഹമാണെന്ന് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കും. പലതും നഷ്ടപ്പെടുമ്പോഴാ ബന്ധങ്ങളുടെ മഹത്വം പോലും നമ്മൾ തിരിച്ചറിയുന്നത്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഖുതുബ നിർവഹിച്ചിറങ്ങുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അരികിൽ വന്ന് ചോദിച്ചു, ഉസ്താദേ, എൻ്റെ നിക്കാഹിന് നിങ്ങൾ വരുമോ? എങ്ങനെയാ ക്ഷണിക്കേണ്ടത്, ആരാ ക്ഷണിക്കേണ്ടതെന്നൊന്നും എനിക്കറിയൂല. പക്ഷെ എനിക്ക് ക്ഷണിക്കാൻ വരാൻ വേറെ ആരുമില്ല. ജനിച്ച അല്പ കൊല്ലത്തിന്റെ മുൻപ് ഉമ്മ ഞങ്ങളെ വിട്ടുപോയി മരണപ്പെട്ടു. അവിടുന്ന് അങ്ങോട്ട് എന്നെയും എൻ്റെ ജ്യേഷ്ഠനെയും, വികലാംഗനായ എൻ്റെ ജ്യേഷ്ഠനെയും പരിപാലിച്ചത് എൻ്റെ വാപ്പയായിരുന്നു. കഴിഞ്ഞ കൊറോണ സമയത്ത് വാപ്പയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു. എൻ്റെ വിവാഹം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന ദിവസം താങ്കളൊന്ന് വന്നാൽ സന്തോഷാവും. ആ വിവാഹത്തിൻ്റെ ദിവസം ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നു. ഓടിട്ടൊരു സാധു വീടിൽ ഉമ്മറത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൻ അവൻ്റെ വെള്ളത്തുണിയും ഒരു വെണ്ണീരിൻ്റെ കളറുള്ളൊരു കുപ്പായവും, വരുന്നവരെയൊക്കെ അവൻ ക്ഷണിച്ചിരുത്തുന്നുണ്ട്. വിരളിലേക്കും കയ്യിലേക്കും നോക്കി 11:30 മണിക്ക് നിക്കാഹ് നടത്തണം എന്നോം പറയുകയും കൂടി ചെയ്തു. ഏകദേശം 11:30 മണിയാകാറായപ്പോ തൻ്റെ കുപ്പായവും തൻ്റെ തുണിയൊന്ന് നല്ലോണം എടുത്ത് ഒരു ചുവന്ന സാദാ കസേരയിലേക്ക് ആ ചെറുപ്പക്കാരൻ കയറിയിരുന്നു. എൻ്റെ മനസ്സിൽ അതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം പല വീട്ടിലും ഞാൻ കാണാറുള്ളത് 10-15 ചെറുപ്പക്കാരുടെ കൂടെ ക്യാമറമാന്റെ വർത്താനത്തിനനുസരിച്ച് തുള്ളിയും പാടിയും ഉമ്മാന്റെയും മക്കളുടെയും കൂടെ, ഉമ്മയുടെയും വാപ്പയുടെയും കൂടെ ക്യാമറയിൽ കുടുങ്ങാൻ അഭിനയിച്ചും ആഹ്ലാദിച്ചും വരുന്നതിന് പകരം മാന്യനായ ഒരു ചെറുപ്പക്കാരൻ കയറിയിരുന്നു. അദ്ദേഹം നിക്കാഹിന് ശേഷം വന്നിരിക്കുന്നവർക്കൊക്കെ ഭക്ഷണം അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെ കൊടുത്തു. വികലാംഗനായ അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു വീൽ ചെയറിൽ വീട്ടിന്റെ മുൻഭാഗത്ത് വരുന്ന അതിഥികളെ ക്ഷണിക്കാനും നിന്നു. അന്ന് ആ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനസ്സ് തുറന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു, അൽഹംദുലില്ലാ. എന്തിനാണെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ വിവാഹ സംബന്ധമായ മുഴുവൻ കാര്യങ്ങളും ചെയ്തു തന്നത് എൻ്റെ പിതാവാ. എത്ര ഭക്ഷണം വെക്കണം, ആരൊക്കെ വന്നാൽ അവരെയൊക്കെ നോക്കണം, ഏത് സമയത്താണ് നിക്കാഹ് വേണ്ടത്, നിക്കാഹിൽ ഏത് മൗലവിമാരെ ക്ഷണിക്കണം, ഏത് പള്ളിയിൽ അത് രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച് എൻ്റെ വാപ്പത് കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവനോടെ വാപ്പയെത്തുന്ന എൻ്റെ റബ്ബിനോട് ഞാൻ മനസ്സറിഞ്ഞു പറഞ്ഞു അൽഹംദുലില്ലാ. വീണ്ടും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. എൻ്റെ പെണ്ണിനെ കൊണ്ടുവരാൻ വേണ്ടി കാറിൽ എൻ്റെ പെങ്ങള് ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിന്റെ മുറ്റത്തുള്ള ഉമ്മാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോ 2 പേരും കൂടി എൻ്റെ പെണ്ണിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ട എൻ്റെ മനസ്സിൽ ആ രൂപം കണ്ട ഞാൻ എൻ്റെ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ അൽഹംദുലില്ലാ, ആയുസ്സുള്ളൊരു പെങ്ങളെ
ആയുസ്സുള്ളൊരു ഉമ്മയെ തന്ന നാഥ, നീയാണ് ഏറ്റവും വലിയവൻ. വീണ്ടും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. 6 അമ്മമാരും 3 എളാപ്പാരും കൂടി കയറി വന്ന മനുഷ്യരെ എല്ലാവരെയും ഇരുത്തി ഭക്ഷണം കൊടുത്തു. ഒരാളെയും പ്ലേറ്റ് പിടിച്ചരക്കാൻ സമ്മതിച്ചിട്ടില്ല, ഒരാളെയും നടന്നു തിന്നാൻ സമ്മതിച്ചിട്ടില്ല, ഒരാളെയും സംസാരിച്ച് തിന്നാൻ പഠിപ്പിച്ചിട്ടില്ല, ഒരാളെയും ഭക്ഷണം കൊടുക്കാതെ അവരെ മനസ്സ് വേദനിപ്പിച്ച് പറഞ്ഞയച്ചിട്ടില്ല. 9 പേരും കൂടി ക്ഷണിക്കപ്പെട്ട മുഴുവൻ ആളുകളെയും ആ കല്യാണത്തിന്റെ സദസ്സിൽ മാന്യമായിരുത്തി ഭക്ഷണം കൊടുത്ത് 3-3:30 മണിക്ക് അസർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് 9 പേരും കൂടി ഒരു മേശയുടെ ചുറ്റുഭാഗത്ത് ഭക്ഷണം വിളമ്പി സ്വന്തം കഴിക്കുന്നത് കണ്ടപ്പോ ഇന്നും ആ ഓർമ്മ, ആ കാഴ്ച എന്റെ കണ്ണിലുള്ളത് കൊണ്ട് ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, നാഥാ, ആയുസ്സുള്ള അമ്മമാരെയും ആയുസ്സുള്ള ളാപ്പാരെയും തന്ന റബ്ബേ, കുടുംബം എന്ന മഹാസൗഭാഗ്യം തന്ന റബ്ബേ, അൽഹംദുലില്ലാ എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. വീണ്ടും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. കയറി വന്ന ഒരാളെപ്പോലും മടക്കി അയക്കാതെ, ഒരാൾക്ക് പോലും ശ്രദ്ധക്കുറവ് കൊടുക്കാതെ എൻ്റെ 2 അനിയന്മാർ ആ ചുറ്റുഭാഗത്തുള്ളവർക്കൊക്കെ വെള്ളം കൊടുത്തു. കയറി വന്നിരിക്കുന്നതിൻ്റെ മുൻപേ അവരെ കയ്യിൽ വെള്ളത്തിയിട്ടുണ്ട്. ആ വെള്ളം കൊടുക്കാൻ ആയുസ്സുള്ള 2 അനിയന്മാരെ തന്ന റബ്ബേ, നിനക്കാണ് സ്തുതി എന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കുടുംബമാണ് സ്വർഗം, കുടുംബമാണ് സമാധാനം. ആ കുടുംബത്തെ പറ്റി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. ആ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിച്ചോ. ആ സൂക്ഷ്മതയെ പറ്റി തിരുദൂതൻ പഠിപ്പിച്ചപ്പോ ഓരോ സഹാബത്തും അത്രമാത്രം ബന്ധങ്ങളെ സ്നേഹിച്ചു. അല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചെറുപ്പത്തിൽ ഉമ്മയും വാപ്പയും മരണപ്പെട്ടിട്ടുണ്ട്. യതീമായ ലോകത്തിന്റെ റസൂലുള്ളാനെ സ്വന്തം മകനെ പോലെ ഏറ്റുപോറ്റിയത് പ്രവാചകന്റെ എളാപ്പ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത്ത് അസദ് എന്ന സ്ത്രീയായിരുന്നു. അലി എന്ന ഇളയ മകന് ചെറുപ്രായമുണ്ടായിരിക്കെ തന്നെ റസൂലുള്ള എന്ന മുഹമ്മദിനെ അലിയേക്കാൾ ഫാത്തിമ ബിൻത്ത് അസദ് പരിഗണിച്ചിട്ടുണ്ട്. ഫാത്തിമ ബിൻത്ത് അസദ് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഫാത്തിമ ബിൻത്ത് അസദ് സ്വന്തം മോനെ പോലെ റസൂലിനെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ഫാത്തിമ ബിൻത്ത് അസദ് എന്ന ഉമ്മ മരണപ്പെട്ടപ്പോ ആ മയ്യത്തിന്റെ ഒരു ഭാഗം അള്ളാന്റെ ഹബീബ് തോളിലെടുത്തു. മദീനയിലെ മണൽത്തരികളിലേക്ക് ആ മയ്യത്തിറക്കി വെച്ച് ആ കബറിലേക്ക് ഇറങ്ങി നിന്ന് കബറിന്റെ 2 ഭിത്തിയിലും കൈ വെച്ച് റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, കബറേ, നിന്റെ ഉമ്മാനെങ്ങി സങ്കടപ്പെടുത്തല്ലേ കബറേ. ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, റബ്ബേ, നിന്റെ ഫാത്തിമ ഉമ്മയെ സ്വർഗത്തിലും എൻ്റെ ഉമ്മയായിട്ട് എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അലിക്ക് മുൻപ് എനിക്ക് ഭക്ഷണം തന്ന എൻ്റെ ഫാത്തിമ ഉമ്മ, അലിക്ക് മുൻപ് എൻ്റെ മടിയിലെടുത്ത എൻ്റെ ഫാത്തിമ ഉമ്മ, അലിയുടെ മുൻപ് ഫാത്തിമയുടെ മാറിന്റെ ചൂടറിഞ്ഞ എൻ്റെ ഫാത്തിമ ഉമ്മ, ആ ഉമ്മയെയാണ് എൻ്റെ ജീവനത്തിൽ ഏറ്റവും ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞ് പെരുമാറാൻ ഇന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ തൗഹീദ് വാക്കിലേയുള്ളൂ, കൽബിൽ കയറിയിട്ടില്ല. ഇന്നും പകയും വെറുപ്പും ഈഗോയും പൊങ്ങച്ചവും പുച്ഛവും കൊണ്ടു നടന്ന് പടച്ചുറപ്പിന്റെ മണ്ണിന്റെ അടിയിലേക്ക് പൊരുത്തം കിട്ടാതെ തിരിച്ചു പോകാനാണ് വിധിയെങ്കിൽ ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ച തൗഹീദിന്റെ വെളിച്ചം കൽബകത്തേക്ക് കയറി ചെന്നിട്ടില്ല എന്നേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ആ കുടുംബ ജീവിത രംഗത്ത് പോലും ഇന്ന് തൗഹീദിന്റെ പോരായ്മകൾ ഈ സമൂഹത്തെ ഏറെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, ലിബറൽ മനോഭാവം മക്കളെ എത്രമാത്രം കാർന്നു തിന്നുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കൊത്തുന്ന മുണ്ടുകളും നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ആണത്തമാണെന്ന് മീഡിയകളും ലിബറലുകളും നിരീശ്വരവാദികളും ഈ മക്കളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അതിന്റെ പരിണിത ഫലമോ വയലൻസ് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയായി ഇന്നത്തെ കൗമാരങ്ങൾ മാറാനും തുടങ്ങി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകനെ അതേ അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് അസഭ്യം പറയുന്ന കലാലയ ക്യാമ്പസുകൾ, പേനക്കത്തി കൊണ്ട് സഹപാഠിയുടെ മുതുക്കത്തി ചിത്രം വരച്ച് ചീറ്റിത്തെറിക്കുന്ന ചുടുരക്തം കണ്ട് ആനന്ദ നൃത്തമാടുന്ന കലാലയ ക്യാമ്പസിലെ രാഷ്ട്രീയ കോമരങ്ങളായി നമ്മളെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു. പഠിക്കാൻ വരുന്ന പാവപ്പെട്ട മക്കളെ റാഗിങ്ങിന്റെ പേരും പറഞ്ഞ് മനുഷ്യൻ വിസർജിക്കുന്ന ക്ലോസറ്റുകളിലേക്ക് മുഖം പിടിച്ചു താത്തി ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ചരിത്രം കേരളക്കരയിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഏറെ ജീവിതത്തിന്റെ മനോഹരമായ ക്യാമ്പസ് ജീവിതത്തിൽ സഹപാഠിയുടെ കാലിൽ കോമ്പസ് കൊണ്ട് കുത്തി ആ കോമ്പസിൽ നിന്നും പൊടിഞ്ഞ രക്തമെടുത്ത് ചുമരുകളിൽ വിപ്ലവം എന്ന പേരെഴുതി വെക്കുന്നത് മുതൽ ആണും ആണും ചുംബിക്കുകയും പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുകയും ലേസെക്സും ഗേ സെക്സും ലെസ്ബിയൻ സെക്സും
ബൈസെക്ഷൻ തുടങ്ങി മൃഗങ്ങളിൽ പോലും ലൈംഗികത ആസ്വദിക്കാമെന്ന് ഈ വളരുന്ന തലമുറയെ ലിബറലുകൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മുൻപിൽ ആർജവത്തോടെ പറയാൻ പറ്റണം, വീടിന്റെ മുൻപിൽ വ്യഭിചാരശാലകൾ ആരംഭിച്ച് കള്ളിന്റെ വീപ്പകളിലേക്ക് കുടിച്ചു മരിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് ആ 14 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള മക്കയിലെ ജനതയെ ലോകം കണ്ട ഏറ്റവും നല്ല സംസ്കാരത്തിന്റെ ഭാഗത്തേക്ക് മാറ്റാൻ ലോകത്തിന്റെ പ്രവാചകന് സാധിച്ചത് തൗഹീദ് എന്ന വാക്കുകൊണ്ടാണെങ്കിൽ, പ്രിയപ്പെട്ട എംഎസ്എമ്മുകാര, പ്രിയപ്പെട്ട ISMകാര, പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ഈ തലമുറയെ രക്ഷപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേയുള്ളൂ. ക്യാമ്പസുകളിൽ തൗഹീദിന്റെ വെളിച്ചം പരക്കണം. ജീവിതത്തിന്റെ അർത്ഥം അവരറിയണം. മൂല്യബോധത്തെക്കുറിച്ച് അവർ ചിന്തിക്കണം. കാത്തിരിക്കുന്ന പാരത്രിക ലോകത്തെക്കുറിച്ച് അവർ ബോധവാന്മാരാകണം. നേടുന്ന വിദ്യാഭ്യാസം ഒരിക്കലും സമ്പത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല എന്നവർക്ക് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാൻ പറ്റണം. എങ്ങനെ? തൗഹീദിന്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിലേക്ക് നൽകി. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി ഒരു രൂപ നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലാൻ പാടില്ല. ഇന്ന് സാമ്പത്തിക രംഗം കലുഷിതമാ. ആളുകൾക്ക് പണം കിട്ടിയാൽ മതി, ഏത് തോന്നിവാസം ചെയ്തും പണമുണ്ടാക്കാമെന്ന് മനുഷ്യൻ ചിന്തിച്ചതിന്റെ പരിണിത ഫലമാണ്. അറിയാതെ കൈ വലിച്ചപ്പം ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഭാഗത്ത് തട്ടിപ്പോയ കൈക്ക് അവസാനം ഇടത്തെ കൈയിൽ ഫോണും പിടിച്ച് എര പിടിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ഹിംസ്ര ജന്തുവിനെ പോലെ തന്റെ ശരീരത്തിന്റെ ഉന്തിയ ഭാഗങ്ങൾ സാധു ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് മുട്ടാനും തഴുകാനും അവസരമുണ്ടാക്കി കൊടുത്ത് തന്റെ ബ്ലോഗിൽ, തന്റെ ചാനലിൽ റീച്ചിനും ഷെയറിനും വേണ്ടി പണമോഹികളായ ഉമ്മമാരും പെങ്ങന്മാരും ആൺമക്കളും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പെയ്ഡ് പ്രൊമോഷന് വേണ്ടി വായിൽ വെക്കാൻ കൊള്ളാത്തതും ആമാശയം കത്തിച്ചു കളയുന്നതുമായ ഭക്ഷണങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ജനതയായി നമ്മൾ മാറി. ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ പോലും വാപ്പന്റെയും ഉമ്മയുടെയും കൂടെ നോമ്പ് തുറന്ന് പ്രാർത്ഥനയോടെ പള്ളിയിലേക്ക് പോകേണ്ടതിന് പകരം 499 ഇഫ്താർ ബഫറ്റിനും 999 ഇഫ്താർ ബഫറ്റിനും ഏതോ വ്ലോഗർ ഏതോ റോഡ് വക്കിലിരുന്ന് മനുഷ്യന്റെ ആമാശയം കത്തിച്ചു കളയുന്ന, എന്തെന്ന് പോലും അറിയാത്ത ഭക്ഷണത്തെ പറ്റി അവന്റെ വായിട്ട വർത്തമാനം കേട്ട് പരക്കം പായുന്ന മക്കളുണ്ടെങ്കിൽ, കുടുംബമുണ്ടെങ്കിൽ, പണം സമ്പാദിക്കുന്നവരുണ്ടെങ്കിൽ, തൗഹീദിന്റെ വാക്കോടുകൂടി 1400 വർഷങ്ങൾക്ക് മുൻപ് വിൽക്കുന്ന കച്ചവട സ്ഥാപനത്തിന്റെ ഉള്ളിൽ ഗോതമ്പിന്റെ അടിയിൽ നനഞ്ഞ ഗോതമ്പ് വിറ്റ സ്വഹാബിയോട് എഴുന്നേറ്റ് പോടോ, നനഞ്ഞ ഗോതമ്പിനേക്കാൾ നരകത്തിന്റെ തീക്കട്ടയാണ് നീ വാങ്ങുന്നതെന്ന് പഠിപ്പിച്ച തൗഹീദി ദർശനത്തിന്റെ പ്രവാചക വാക്യം ലാ തൗകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി നിങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ സമ്പത്ത് തിന്നാൻ പാടില്ല. അബദ്ധം കൊണ്ട് കഴിച്ചു പോയ ഒരു പാല് തൊണ്ടയിലേക്ക് വിരലിട്ട് ഛർദിച്ച് ചോര വരുന്ന സിദ്ദീഖുൽ അക്ബറിന്റെ അരികിലേക്ക് അള്ളാന്റെ തിരുദൂതൻ ഒരിക്കൽ ഓടി വരുന്നുണ്ട്. എന്താണ് പറ്റിയത് അബൂബക്കറെ എന്ന് ചോദിക്കുമ്പോ, അള്ളാഹുവിന്റെ തിരുദൂതരെ, അബദ്ധം കൊണ്ട് ഞാനൊരു പാല് കുടിച്ചു പോയി. ആ പാല് ആരോ ഒരാൾക്ക് ജ്യോത്സ്യപ്പണിയെടുത്തപ്പോ കിട്ടിയ ആടിൻ്റെതാണ് എന്ന് ഞാൻ ഇപ്പോഴാണ് നബിയെ അറിയുന്നത്. അതുകൊണ്ട് പ്രവാചകരെ, എന്റെ തൊണ്ടയിലൂടെ ആ പാലിന്റെ തുള്ളി പുറത്തേക്ക് പോകാൻ നിങ്ങളൊന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കണമേ എന്ന് ലോകത്തിന്റെ പ്രവാചകനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ച മാറ്റം ആ ഉമ്മത്തിന് സംഭവിക്കാനുള്ള കാരണം ലോകത്തിന്റെ പ്രവാചകൻ അറിയിച്ചു കൊടുത്ത തൗഹീദിന്റെ വെളിച്ചം കൊണ്ടായിരുന്നു. അപരന്റെ വേർപ്പ് പറ്റിയ പണം നിനക്ക് ഹലാലാൽ അല്ല എന്ന്, നിന്റെ തൊഴിലാളിയുടെ വേർപ്പ് പറ്റുന്നതിന്റെ മുൻപ് അവന് നീ കൂലി കൊടുക്കണമെന്ന്, അയൽപ്പക്കക്കാരന്റെ ഈത്തപ്പയം കൊലച്ച് ചാടുന്നതിന്റെ മുൻപേ സുബഹി ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടി ആ കാരക്കയെടുത്ത് അയൽപ്പക്കക്കാരന്റെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് മക്കള് ഹറാബ് തിന്നരുത് എന്ന് വിശ്വസിച്ച വിശ്വാസം. വാപ്പാ, എനിക്ക് മധുരമുള്ള ഈത്തപ്പഴം തരുമോ എന്ന് മകള് കരളിന്റെ കഷണം ഫാത്തിമ ബീവി ചോദിച്ചപ്പോ ബൈത്തുൽ മാലിലെ സ്വത്ത് നിന്റെ വാപ്പ മുഹമ്മദിന്റേതല്ല മോളെ എന്ന് അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൗഹീദിന്റെ വചനമാ. തൗഹീദുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഉണ്ടാവില്ല, പറ്റിക്കില്ല. ആളുകളുടെ സമ്പത്തുകൾ ഹറാമായി അവൻ പിടിച്ചെടുക്കുകയില്ല. സാമൂഹിക ജീവിതത്തിലാവട്ടെ അവൻ ബോധവാനായിരിക്കും. എന്തിന്റെ പേരിൽ? നാഥന്റെ ദീന് ഈ സമൂഹത്തിൽ വ്യാപിക്കാൻ പരിശ്രമിക്കുന്നതിന്റെ പേരിൽ. ഇന്ന് പൊതുവെ സമൂഹത്തിലുള്ള ഒരു ധാരണ എന്താന്ന് ചോദിച്ച, ISMന്റെയും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും കുറച്ച് നേതാക്കന്മാര് പരിപാടി സംഘടിപ്പിക്കണം, നമ്മൾ കുറെ ആൾ ഇത് കേട്ടുപോകണം. അവരെയല്ല റബ്ബിനിഷ്ടം. ഈ ഇരിക്കുന്ന പലരും അവരുടെ കുടുംബത്തെ കേട്ടത് ദീന് പറഞ്ഞതിന്റെ പേരിലാ. ഞാൻ പോലും എന്റെ വാപ്പയെയും ഉമ്മയെയും തെറി കേട്ടത് ദീൻ പറഞ്ഞതിന്റെ പേരിലാ.
നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് നല്ലവനാണെന്ന് കിട്ടണമെങ്കിൽ ആരുടെ കാര്യത്തിലും ഇടപെടാതിരുന്നാ മതി, ഒരു ദീനും പ്രചരിപ്പിക്കാൻ മെനക്കെടാതിരുന്നാ മതി. അവനാന്റെ സമയത്തിന് പള്ളിയിൽ വന്ന് അവനാന്റെ ജമാഅത്ത് നിർവഹിച്ച് ആരുടെയെങ്കിലും ചോദ്യത്തിനൊരു 10-100 കൊടുത്ത് ഒരു കാര്യത്തിലും ഇടപെടാതെ നടന്ന ഓന് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. പോരാ, തൗഹീദ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇനി ആ വെളിച്ചം ഈ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത റബ്ബ് നമ്മളെയാ ഏൽപ്പിച്ചത്. കൊയിലാണ്ടി കടപ്പുറത്ത് പ്രസംഗിക്കുമ്പം ഏറ് കിട്ടി അടർന്നു വീണ 2 പല്ലുകൾ കാലിന്റെ ചുവട്ടിലേക്ക് ആഞ്ഞു തുപ്പി വീണ്ടും അരമണിക്കൂർ പ്രസംഗിച്ച സെയ്ദ് മൗലവിയുടെ പാരമ്പര്യമുള്ള മുജാഹിദുകളാണെങ്കിൽ ജീവിതത്തിലേക്ക് ചീമുട്ടകളെ കൊണ്ടും കരിങ്കലുകളെ കൊണ്ടും 100 കണക്കിന് ഏറുകൾ കിട്ടിയിട്ടും ചുറ്റുഭാഗത്തുള്ള വിരലിണെന്നാവുന്ന പ്രവർത്തകർ കസേര പൊക്കിപ്പിടിച്ച് പ്രസംഗം മുഴുമിപ്പിക്കാനും പൂർത്തീകരിക്കാനും ഈ സമൂഹത്തിന്റെ ഇടയിൽ വിശ്വാസ വൈകല്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനും അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഉമ്മത്തെ ഒരു നോമ്പ് തുറയിൽ ഒതുങ്ങില്ല, ഒരു ഖുർആൻ ക്ലാസ് കേട്ടതിൽ ഒതുങ്ങില്ല, ഖുർആൻ ഓത്തിൽ ഒതുങ്ങില്ല. ഇറങ്ങണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള മുസ്ലിം സമൂഹത്തെക്കാൾ ഏറെ അബദ്ധത്തിലേക്ക് ആ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചന്ദനക്കുട നേർച്ചകളും ആന എഴുന്നള്ളിപ്പും അമുസ്ലിമീങ്ങളെ ചവിട്ടിക്കൊല്ലലും കേരളത്തിന്റെ ഭാഗത്ത് കേട്ടുകേൾവിയില്ലാത്ത കഥകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവും ഭർത്താവിന് വിഷം കൊടുത്തു കൊല്ലുന്ന ഭാര്യയും മക്കളെ കൊന്നുകളയുന്ന മാതാപിതാക്കളും വാർത്തകളല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്നാൽ ആളുകളെ കൊല്ലുന്നത് പോലും പണത്തിനായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വെളിച്ചം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, ഈ പ്രകാശം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആർക്കും ഊതിക്കെടുക്കാൻ കൊടുക്കാതെ ഗ്രാമങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും കയറി ചെന്ന് ആർജവത്തോടെ പറയാൻ പറ്റണം, ഇന്ന് തൗഹീദ് പറയാൻ ഈ കേരളക്കരയിൽ ഒരാളെ മുൻപിലും മുട്ടുമടക്കാതെ, ഒരുത്തന്റെ പരിഹാസത്തിന് വിധേയരാകാതെ, ഒരാളുടെയും മോഹത്തിന് നിന്നുകൊടുക്കാതെ ആർജവത്തോടെ 106 കൊല്ലത്തിന്റെ പാരമ്പര്യം കൊണ്ട് തൗഹീദ് പറയാൻ ഒരു കൂട്ടർക്കേ അവകാശമുള്ളൂ. മാറ്റാത്ത, തിരുത്താത്ത, ഒരാൾക്ക് മുൻപിലും വളച്ചൊടിക്കാത്ത, ബേക്കിൽ കാണുന്ന ലേബലിൽ ഫ്ലെക്സിൽ ഞങ്ങൾ തൗഹീദിലാണ് എന്ന് എഴുതി വെക്കാത്ത, ആളുകൾക്ക് മുൻപിൽ തൗഹീദാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരാത്ത ഇന്നത്തെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ തൗഹീദിന്റെ വക്താക്കൾ ആ നമ്മളെ കടമ മറക്കുമ്പോ ഇനിയും നാട് ഏറെ പ്രയാസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. എന്റെ ജീവിതം കൊണ്ട് ഒരാൾക്കെങ്കിലും വെളിച്ചം കിട്ടണം, ഒരാൾക്കെങ്കിലും ഹക്ക് കിട്ടണം. കേരളത്തിലുള്ള മുക്കുമൂലകളിലേക്ക് വെളിച്ചമെത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എന്റെ കൂടെ 2000 മുതൽ 2007 വരെ ജാമിയ നദവിയയിൽ പഠിച്ചൊരു ചെറുപ്പക്കാരൻ അമുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനായിരുന്നു. അന്ന് നന്മയിലേക്ക് തിന്മക്കെതിരെ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന്റെ ഒരു പോസ്റ്റർ ഏതോ റെയിൽവേ സ്റ്റേഷനിലെ ഒരു റെയിലിന്റെ അല്ലെങ്കിൽ തീവണ്ടിയുടെ സീറ്റിന്റെ ഇടയിൽ നിന്നും അവന് കോഴിക്കോട്ടേക്ക് പുറപ്പെടുമ്പം കിട്ടി. കോഴിക്കോട് എത്തുമ്പോഴേക്കും അത് വായിച്ചു തീർന്നവന്റെ മനസ്സിൽ ചിന്തകൾ മാറി. അവൻ പിന്നീട് നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഭാഗമായി ഇന്നവൻ വിദേശ രാജ്യത്ത് പേരുകെട്ടൊരു ദായിയാണെങ്കിൽ ഈ ലോകം മുഴുവൻ നേടിയവനേക്കാൾ റബ്ബിന്റെ മുൻപിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയവൻ ഒരാൾക്കെങ്കിലും സന്മാർഗം അറിയിച്ചു കൊടുത്തവനാ. ആ തൗഹീദാണ് എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ളത്. നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല, ആർക്കു മുൻപിലും തലകുനിക്കേണ്ടതില്ല, ആർക്കു മുൻപിലും നമ്മൾ പരിഹാസമാക്കപ്പെടേണ്ടതില്ല. തൗഹീദിനേക്കാൾ വലിയൊരു സന്ദേശം ഈ ലോകത്തിന് കൊടുക്കാൻ ഇല്ലെങ്കിൽ, ആ തൗഹീദ് നമ്മളെ കയ്യിലുള്ളൂ എങ്കിൽ അള്ളാഹുവിന്റെ മുൻപിൽ തൗഹീദിന്റെ വക്താക്കളായി, തൗഹീദിന്റെ ജീവിത രീതിയായി നാഥനിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.